സോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത് സൂം മീറ്റ് ആണ്. സൂം മീറ്റ് എന്താണ്? സൂം മീറ്റും ഗൂഗിൾ മീറ്റും തമ്മിലൊരു ഡിഫറൻസ് എന്നറിയോ? സൂം മീറ്റിൽ നമുക്ക് 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ മീറ്റ് തന്നെ കട്ടായി പോകും. ഗൂഗിൾ മീറ്റിലോ നമുക്ക് എത്ര നേരം വേണമെങ്കിലും എടുക്കാം. അതില് 100 പാർട്ടിസിപ്പൻസിനെ വരെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എത്ര ഹവേഴ്സ് വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ടാണ് മിക്ക ടീച്ചേഴ്സും ഗൂഗിൾ മീറ്റിനെ ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടി പ്രൊഫഷണൽ രീതിയിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സൂമിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സൂമിലുള്ള അത്രയും അധികം ഓപ്ഷൻസുകളും റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 499 500 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മന്ത്ലി ഇതെടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെയുള്ള ഓപ്ഷൻസ് നോക്കാം കേട്ടോ. അപ്പൊ സൂമും ഗൂഗിൾ മീറ്റും നമ്മൾ ചെറിയൊരു ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സൂമിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഗൂഗിൾ മീറ്റിൽ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. ഗൂഗിൾ മീറ്റ് ഫ്രീ ആയിട്ട് നമുക്ക് എത്ര മണിക്കൂർ യൂസ് ചെയ്യാം. സൂം 40 മിനിറ്റ്സ് ആകുമ്പോൾ കട്ടാവും, നമ്മൾ വീണ്ടും ലിങ്ക് ഇട്ടിട്ട് വീണ്ടും ജോയിൻ ചെയ്യണം. ഇതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നോക്കിയടാ, നമുക്ക് ഇവിടെ മീറ്റ് എന്നുള്ള ഒരു ഓപ്ഷനെ കാണുന്നത്. ഇതിപ്പോ ഞാൻ ഓൾറെഡി സൂം മീറ്റിൽ ഇരിക്കുന്ന കാരണമാണ് റിട്ടേൺ ടു മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഡിസേബിൾ ആയി കിടക്കുന്നത് ഞാൻ ഓൾറെഡി മീറ്റിലുള്ള കാരണമാണ്. അപ്പൊ ഇവിടെ ഒരു മീറ്റ് എന്നുള്ള ഓപ്ഷനും ഇവിടെ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷനും ഉണ്ടാവുക. എന്തിനാ ഷെഡ്യൂൾ എന്ന് ചോദിച്ചാൽ ഇതാ ഇതുപോലെ. ഇപ്പൊ എനിക്ക് നാളെ എന്തുണ്ട്? 20:30 എന്ന് പറയുമ്പോൾ 8:30 ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇത് എല്ലാ ആഴ്ചകളിലും എനിക്ക് ഇതാണ് എല്ലാ ദിവസമുള്ള ക്ലാസ്. ഇതെല്ലാ സാറ്റർഡേസിലും എനിക്ക് 7:30 ക്ലാസ് ഉണ്ട്. അതിന്റെ ലിങ്കാണിത്. അതുപോലെ ഇവിടെ നമ്മുടെ എന്റെ 8:30 ക്ലാസ് ആണ്. ലിങ്ക് ഓൾറെഡി ഇവിടെ കിടക്കുന്നത്. അപ്പോ നമുക്കിനി അതെന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരൊറ്റ തവണ ഇവിടെ നമുക്ക് 3 ഡോട്ടിൽ കാണാം കോപ്പി ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇൻവിറ്റേഷൻ കോപ്പി ചെയ്യുക. നമുക്ക് എവിടെയാണോ അയക്കേണ്ടത് അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഇതുപോലെ നമ്മൾ അവരെ ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് മീൻസ് അമർത്തി പിടിച്ച് പേസ്റ്റ് ചെയ്യുക. ഇവിടെയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക, ഓർ Ctrl+V അടിച്ചിട്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ സെൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ മീറ്റിന്റെ ലിങ്ക് അവർക്ക് വരും. അപ്പൊ അവർക്ക് അതിൽ ടച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇത് എന്നും നമ്മൾ ഡെയിലി ഒക്കെ ഉള്ള ക്ലാസ്സുകളാണെങ്കിൽ ഇത് എന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് സെയിം ലിങ്കിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഇങ്ങനെ ഒരു മീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഇൻസ്റ്റന്റ് മീറ്റിംഗ് കൊടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ലിങ്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി ഇത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്കിന്റെ ഇത് അവിടെ പോവും, അതവിടെ കഴിയും. നേരെ മറിച്ച് ഗൂഗിൾ മീറ്റ് അങ്ങനെയല്ല. ഒരു തവണ ഇട്ട ലിങ്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ അതുവരെ? ഇനി എങ്ങനെയാണ് നമ്മള് ഷെഡ്യൂൾ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഷെഡ്യൂളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈമും ഡേറ്റും ടൈമും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് എന്താണ് റിപ്പീറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താ ചെയ്യാം. ഡെയിലി റിപ്പീറ്റ് ചെയ്യണോ, ഡെയിലി അതേ സമയത്ത് റിപ്പീറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ വീക്കിലി ഏതൊക്കെ ഡേയ്സ് ആണുള്ളതെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ സേവ് കൊടുക്കുക. ഓക്കെ, സേവ് കൊടുത്തിട്ട് നമുക്കിത് ഇതുപോലെ അപ്പൊ നമ്മുടെ മീറ്റ് ഇവിടെ വരും. അപ്പൊ അതിൽ നമ്മൾ 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോപ്പി ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ ഈ കോപ്പി ഇൻവിറ്റേഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് നമ്മളവിടെ നമ്മുടെ വാട്സപ്പിലേക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമുക്ക് ആ ഒരു മീറ്റിന് എടുക്കാൻ പറ്റുക കേട്ടോ. ഇനി നമ്മൾക്ക് അപ്പൊ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഇതുപോലെ ഇവിടെ മീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അതിൽ ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു വിൻഡോയിലെത്തും. ഓക്കെ, ഇതുപോലെ ഒരു ഇതിലെത്തിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് അവിടെ എന്ത് കാണാം? ഓഡിയോ വീഡിയോന്റെ ഒക്കെ മ്യൂട്ട് ചെയ്യാനോ അൺമ്യൂട്ട് ചെയ്യാനുള്ളത് കാണാം. പിന്നെ പാർട്ടിസിപ്പൻസിനെ കാണാം. ഈ ഒരു പെണ്ണ് വന്നിട്ട് ഞാൻ ഓൾറെഡി സ്ക്രീൻ ഷെയർ ചെയ്യോണ്ടാണ് കേട്ടോ അനോട്ട് ചെയ്യാനുള്ള നമുക്ക് എഴുതാനും സ്ക്രീനിൽ എഴുതാനും മറ്റൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇതുപോലെ ഒരു ഓപ്ഷൻ വരും നമുക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ നോക്കിയ പാർട്ടിസിപ്പൻസ് അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ ഒരു ലിങ്ക് ഇടുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മീറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എവിടുന്ന് ലിങ്ക് എടുക്കും? എവിടുന്ന് ലിങ്ക് എടുത്തിട്ട് ഷെയർ ചെയ്യും? നമ്മൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ കോപ്പി ലിങ്ക് കാണാന്ന് പറഞ്ഞു. ഇതിപ്പോ ഒരു മീറ്റിംഗ് ഇൻസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ 8:30 ഒരു ക്ലാസ്സിന് 8 മണിക്ക് 8:15 നമ്മള് 8:15 ഒരു 8:20 ആകുമ്പോൾ നമ്മൾ കയറി ലിങ്ക് ഇടുകയാണെന്ന് കരുതാം. അപ്പൊ ആ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുമ്പോ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇവിടെ പാർട്ടിസിപ്പൻസിൽ പോകുമ്പോ നമുക്ക് ഇങ്ങനെ ആരൊക്കെ പാർട്ടിസിപ്പൻസ് ഉള്ളതെന്നൊക്കെ അവിടെ കാണാം കേട്ടോ.
ഇവിടെ താഴെ ഇങ്ങനെ കാണിക്കും എത്ര പേരുണ്ട് എന്നൊക്കെ ഉള്ളത് കാണിക്കും. ദെൻ അവിടെ നമുക്ക് ഇൻവൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, മ്യൂട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. എല്ലാവരും നമുക്ക് ഒരുമിച്ച് മ്യൂട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗൂഗിൾ മീറ്റിൽ ഫോണിലാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, ലാപ്പിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻവൈറ്റ്, പിന്നെ ഇനി ഓപ്ഷൻസ് ഇങ്ങനെ അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, എപ്പോഴും മാറാതെ. ഓക്കെ, ഞാൻ ഇൻവൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. ആയിട്ട് ഇൻവൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് ഇവിടെ താഴെ ഇവിടെ നമുക്ക് എന്താണ് ഇമെയിൽ ഐ ഡി കൊടുക്കണം, അതൊന്നും നോക്കണ്ട. ദെൻ താഴെ നോക്കിയിട്ട് കോപ്പി ഇൻവൈറ്റ് ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ഇതുപോലെ കോപ്പി ഇൻവൈറ്റ് ചെയ്യുക. സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ അത് പേസ്റ്റ് ചെയ്തിട്ട് അയക്കുക. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മളിത് ഇതുപോലെ മീറ്റ് നമ്മൾ എന്താണ് അവിടെ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ പേസ്റ്റ് ചെയ്യുക. ഇത് ഗൂഗിൾ മീറ്റിന്റെ നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടിട്ടുള്ള സാധനം ഉണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സൂം മീറ്റിന്റെ ലിങ്ക് അവിടെ വരും. ഇനി നെക്സ്റ്റ് അടുത്ത, അപ്പൊ ഇങ്ങനെയാണ് പാർട്ടിസിപ്പൻസിനെ നോക്കേണ്ടത്. അവരെ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ലിങ്ക് അയച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഈ പാർട്ടിസിപ്പൻസിലെ കിടക്കുന്നത്. ജസ്റ്റ് എന്റെ റിമൈൻഡർ വന്ന് കണ്ടോ, ഈ 30 ക്ലാസ്സിന്റെ അത് കഴിഞ്ഞു, ടൈം കഴിഞ്ഞു, പക്ഷെ ഞാൻ ജോയിൻ ചെയ്തില്ല, ഇന്ന് ക്ലാസ് ഇല്ല, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, ദെൻ പാർട്ടിസിപ്പൻസിലാണ് ജസ്റ്റ് ഇത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവൈറ്റും കോപ്പി ലിങ്കും ഒക്കെ കാണാം കേട്ടോ. ദെൻ ചാറ്റ് ഓപ്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. ചാറ്റ് എന്തിനാണ് ഈ ചാറ്റ്? ചാറ്റ് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ ഹായ് നമുക്ക് ചാറ്റ് ചെയ്യാം, നമുക്ക് അതായത് മീൻസ് നോർമൽ രീതിയിൽ നമുക്ക് ടെക്സ്റ്റ് അയക്കാം, ടെക്സ്റ്റ് ആയിട്ട് അയക്കാം. അതിനെ നമുക്ക് ടി എന്നുള്ള ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ബോൾഡ് ആക്കാനും ഇറ്റാലിക് ആക്കാനോ അണ്ടർലൈൻ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എഴുതുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇമോജീസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ GIFകൾ ആഡ് ചെയ്യാനുള്ള ജിഫ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കമന്റ് ബോക്സിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്താണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഫയലുകളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ ഫയലൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഇതിലുണ്ട്. ചാറ്റിൽ കിടക്കുന്നുണ്ട്, ചാറ്റിലുണ്ട്. ദെൻ റിയാക്ട്, ഒരു ലവ് ചിഹ്നം കണ്ടില്ലേ അവിടെ? ഈ റിയാക്റ്റിലാണ് നമുക്ക് ഇടാനുള്ള റിയാക്ഷൻസ് ഒക്കെ കിടക്കുന്നത്. ഇവിടെ നമുക്ക് ആ 3 ഡോട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എനിക്ക് നമ്മുടെ എല്ലാ ഇമോജീസും സ്റ്റിക്കേഴ്സും ഇവിടെ വരും. ഓക്കെ, അതൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ് അതിലുള്ളത് നോക്കിയേ, റൈസ് ഹാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബി റൈറ്റ് ബാക്ക് നമുക്കിവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉള്ള ഒരു ക്ലാസ് റൂം ആണ് ഇതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് എന്ത് പറയാം, എന്തെങ്കിലും ഡൗട്ട് തോന്നുന്ന സമയത്ത് ഇത് റിയാക്ഷൻ ഇടാൻ വേണ്ടിട്ട്, അല്ല മീൻസ് റൈസ് ഹാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് പറയാം. റൈസ് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അതിൽ ഓറാൻഡ് ചെയ്യാനും പറ്റും. അതുപോലെ അവരോട് അവരെ വിളിച്ചിട്ട് നമുക്ക് അവരോട് മാത്രം സംസാരിക്കാനും പറ്റും. അവരെ മീൻസ് അവരെ അൺമ്യൂട്ട് ചെയ്തോളാം പറയാം, നമുക്ക് ഓപ്ഷൻ ഒന്നും ഒഴിവാക്കി കൊടുക്കുക അങ്ങനെ. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇത് ഫോണിൽ ചിലപ്പോൾ 3 ഡോട്ടിന്റെ ഉള്ളിലായിരിക്കും കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഷെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് ഷെയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാപ്പിലാണെങ്കിൽ ഇതുപോലെ കുറെ ഓപ്ഷൻസുകൾ കാണിക്കും. സ്ക്രീൻ ചെയ്യണോ, ഡോക്യുമെന്റ് മാത്രമായിട്ട് സ്ക്രീൻ ഷെയർ അതിന്റെ മാത്രം ഷെയർ ചെയ്യണോ എന്നൊക്കെ, അതായത് കമ്പ്യൂട്ടറിന്റെ ഓഡിയോ മാത്രമായിട്ടോ വീഡിയോ ഫയലായിട്ടോ ഇങ്ങനെ ഒരു പോർഷൻ ഓഫ് സ്ക്രീൻ മാത്രമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്നുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണിക്കും. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാല് കണ്ടോ, കോണ്ടന്റ് ഓൺലി കാണിക്കണോ. എന്റെ മറ്റു വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്റെ ഒരു തല അല്ലെങ്കിൽ എന്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ അവിടെ വന്നിട്ടുണ്ടാവും വീഡിയോയിൽ. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ ആസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഓവർ ദി ഷോൾഡർ, സൈഡ് ബൈ സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടോ, ഇപ്പൊ ഇവിടെ പ്രിവ്യൂ കാണിക്കും ഇങ്ങനെയാണിത് വരിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണിത് വരിക. ദെൻ നിങ്ങളുടെ സ്ക്രീനിന്റെ സൗണ്ട് കേൾക്കണമെങ്കിൽ, കേട്ടോ, ശ്രദ്ധിച്ചോ, നിങ്ങളുടെ സ്ക്രീനിന്റെ സൗണ്ട് മറ്റുള്ളവർക്ക് കേൾക്കണമെങ്കിൽ ഷെയർ സൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ടേൺ ഓൺ ചെയ്ത് കൊടുക്കണം. കേട്ടോ, ഷെയർ സൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ടേൺ ഓൺ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നിങ്ങളുടെ
സ്ക്രീനിന്റെ സൗണ്ട് അവർ കേൾക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കാൻ നേരത്തെ നമ്മൾ എന്ത് ചെയ്യില്ല, ചിലപ്പോൾ ഇത് വിട്ടുപോയിട്ടുണ്ടാവും, ഷെയർ ചെയ്യുമ്പോൾ അയ്യോ എന്റെ സൗണ്ട് അവർക്ക് കേൾക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ഇഷ്യൂ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഷെയർ സൗണ്ട് ഓൺ ആക്കി കൊടുക്കണം, എന്നിട്ട് വേണം പ്രസന്റ് ചെയ്യാൻ കേട്ടോ. ഓക്കെ, ദെൻ ഷെയർ എടുക്കുമ്പോ എന്റെ ഷെയർ സ്ക്രീൻ പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഫൈൻ. ദെൻ ഹോസ്റ്റ് ടൂളുകൾ നോക്കാം നമുക്ക്. ഇവിടെയാണ് നമ്മുടെ ഒരു ക്ലാസ്സിനെ മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന ഹോസ്റ്റ് ടൂൾ കേട്ടോ. ഈ ഹോസ്റ്റ് ടൂളിൽ നോക്കിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് മീറ്റിംഗ് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് ഇത്ര ടൈമിന്റെ ഉള്ളിൽ ജോയിൻ ചെയ്യാത്ത ആളുകളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നീട് കയറണ്ട എന്ന് വെക്കാം. നമ്മള് പണ്ട് പറയില്ലേ, ഇനി ഇത്ര മണിക്ക് കയറുന്ന നിന്നെ ക്ലാസ് കേറ്റില്ല, ഇവിടെ വരണ്ട എന്നൊക്കെ പറയില്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബ് ആവുന്ന രീതിയിലാവാണ് ക്ലാസ് എങ്കിൽ, അത് ക്ലാസിന്റെ കാര്യത്തിൽ മാത്രമല്ല വേറെ എന്തെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മീറ്റിംഗ് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ആണിത്. ദെൻ എനേബിൾ വെയിറ്റിംഗ് റൂം. ഇപ്പൊ എന്റെ മീറ്റിലേക്ക് ഇപ്പൊ ആരെങ്കിലും കയറി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നോട് ചോദിക്കാതെ എന്തെങ്കിലും ഇങ്ങനെ കയറി വരാം. എന്റെ ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ, ക്ലാസ്സിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് കയറി വരാം. നേരെ മറിച്ച് ഞാൻ എനേബിൾ വെയിറ്റിംഗ് റൂം കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ ഒരു വെയിറ്റിംഗ് റൂമിൽ അവിടെ ഇരിക്കും. അതായത് ദാറ്റ് മീൻസ് ഇങ്ങനെ ചോദിക്കുക എന്നോട്, അഡ്മിറ്റ് ചെയ്യണോ ഡെനി ചെയ്യണോ എന്നുള്ള ഒരു ഓപ്ഷൻ, രണ്ട് ഓപ്ഷൻസ് എനിക്കിങ്ങനെ സ്ക്രീനിൽ കാണിക്കും. അങ്ങനെ ഞാൻ അഡ്മിറ്റ് കൊടുത്താൽ മാത്രമേ ഒരു പാർട്ടിസിപ്പന്റിന് നമ്മുടെ മീറ്റിലേക്ക് കയറി വരാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനുള്ള ടൂളാണ്, അതിനുള്ള ഓപ്ഷനാണ് എനേബിൾ വെയിറ്റിംഗ് റൂം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഹൈഡ് പ്രൊഫൈൽ പിക്ചേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ, പ്രൊഫൈൽ പിക്ചേഴ്സ് ഹൈഡ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അലോ ഓൾ പാർട്ടിസിപ്പൻസ് ടു, പാർട്ടിസിപ്പൻസിനെ എന്തിനൊക്കെ അലോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ആരാ? ഹോസ്റ്റ് ആയിട്ടുള്ള നമ്മളാണ്. ആരാ ഹോസ്റ്റ്? നമ്മൾ ഈ മീറ്റ് നടത്തുന്ന നമ്മളാണ് ഹോസ്റ്റ്. അപ്പൊ ഇവര് നോക്കിയേ, ഷെയർ സ്ക്രീൻ ചെയ്യണോ, സ്റ്റുഡൻസ് സ്ക്രീൻ ഷെയർ ചെയ്യണോ, ചിലപ്പോ അത് ക്ലാസിന്റെ ഒക്കെ ലെവൽ അനുസരിച്ചിട്ടിരിക്കും അതൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ വെറുതെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്ത് വെക്കാം. ഇതിപ്പോ ഓൺ ആണ് കേട്ടോ, ഇവർക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് അതൊക്കെ വേണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഓൺ ആക്കി വെക്കാം. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റ്, ഓക്കെ, അടുത്തത് ചാറ്റ്. അവര് ചാറ്റ് ചെയ്യാൻ സമ്മതിക്കണോ? ചാറ്റ് ഒന്നും വേണ്ട, നമ്മുടെ ക്ലാസ് ഡിസ്റ്റർബ് ഇല്ലാണ്ട് പോണ ഒരു മീറ്റിംഗ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ചാറ്റ് ഒഴിവാക്കുക. റീനെയിം അവരെ എന്താണ് റീനെയിം ചെയ്യാൻ അനുവദിക്കണോ, അവരെ അൺമ്യൂട്ട് ചെയ്യാൻ സമ്മതിക്കണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് അൺമ്യൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അവരുടെ ഫോൺ. നമ്മളിത് ഓൺ ആക്കി കൊടുത്താൽ മാത്രമേ അവർക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വലിയ ക്ലാസ് റൂം ഒക്കെ ആണെങ്കിൽ അവിടെ സൗണ്ട് ഇവിടെ സൗണ്ട്, മക്കളെ ഓഫ് ആക്കുക, അതൊക്കെ ഇതാക്കുക, ആരവിടെ സംസാരിക്കണം, ഇങ്ങനെ നമ്മുടെ ക്ലാസ് ഡിസ്റ്റർബ്ഡ് ആയി പോകും. അപ്പൊ ഇത് ആവാതിരിക്കാൻ വേണ്ടിട്ട് ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്ത് വെക്കുക, ഓഫ് ചെയ്ത് വെക്കുക. അപ്പൊ അവർക്ക് അവരെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മറ്റേത് നമ്മളിവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിസിപ്പൻസ് എടുത്തിട്ട് മ്യൂട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും മ്യൂട്ടായി പോകും. പക്ഷെ അവർ തന്നെ അൺമ്യൂട്ട് ചെയ്യണം വിചാരിച്ചാൽ അവരെ അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാകുമ്പോൾ അവർക്ക് അവരെ സ്വയം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവരുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണോ, ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യണോ, വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യണോ, സൂം ആപ്പുകളൊക്കെ എടുക്കണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മീറ്റിംഗിന്റെ ടൈമർ സെറ്റ് ചെയ്യണോ, അനോട്ടേറ്റ് ഓൺ ഷെയർഡ് കോണ്ടന്റ് എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. എന്ന് വെച്ചാല് നമ്മള് ഇതുപോലെ സ്ക്രീന് ഷെയർ ചെയ്യുന്ന സമയത്ത് ഈ പെന്നിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, ഇത് സ്റ്റുഡൻസിനും വരും. നമ്മൾ ഇത് ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ സ്റ്റുഡൻസിന് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, പെണ്ണൊക്കെ ഇവിടെ സ്ക്രീനിൽ ഇങ്ങനെ പെണ്ണാണ് അതെടുത്തിട്ട് ജസ്റ്റ് അതുപോലെ ഇങ്ങനെ വരയ്ക്കും സ്ക്രീനിൽ എടുത്തിട്ട്, ഇങ്ങനെ വരയ്ക്കും ചിലപ്പോൾ അറിയാതെ. അപ്പൊ ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടുഡേ റേസർ അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, മായ്ച്ചു കൊടുക്കല്ലോ കേട്ടോ. ഇതുപോലെ നമ്മൾ അനോട്ടേഷൻ ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക. ഓക്കെ ആണോ? അനോട്ടേറ്റ് ഓൺ ഷെയർഡ് കോണ്ടന്റ് എന്നുള്ളത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. അതുപോലെ കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്യാൻ അവരെ സമ്മതിക്കണോ എന്നുള്ളത് നമ്മൾ ചോദിക്കുക. നമ്മൾ അനുവാദം കൊടുക്കണതാണ്. അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവർ റെക്കോർഡ് ചെയ്യാം. അപ്പൊ അവർക്ക് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യണോ, റിക്വസ്റ്റ് ടു റെക്കോർഡ് ടു കമ്പ്യൂട്ടറിലേക്ക് റിക്വസ്റ്റ് ചെയ്യാന്
അവർ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് റിക്വസ്റ്റ് വിടും. അപ്പൊ റിക്വസ്റ്റ് അങ്ങനെ ചെയ്യട്ടെ, റെക്കോർഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ ക്ലാസ് റെക്കോർഡ് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ റെക്കോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓക്കെ യെസ് അത് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെയും റെക്കോർഡ് ആവും. പാർട്ടിസിപ്പൻസിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ മൊത്തത്തിൽ സസ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ ഇവർക്കുണ്ട്, ഹോസ്റ്റിനുണ്ട്. ഓക്കെ, ഇവിടെയും കുറെ ഓപ്ഷൻസ് കാണാം കേട്ടോ. അതായത് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഇത് വരും. ഓക്കെ, ഇതുപോലൊരു വിൻഡോ വരും. എന്താണെന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഞാൻ സൂം തന്നെ ഷെയർ ചെയ്യുകൊണ്ടാണ് സൂമിന്റെ ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നത്. അതല്ലെങ്കിൽ സൂമിന്റെ ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. ആ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത സ്ക്രീനിൽ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് ഞാൻ ഇപ്പൊ വേറെ ഏതെങ്കിലും ടൂളാ പഠിപ്പിക്കുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ സ്ക്രീന്, എന്ന് വെച്ചാൽ ഇത് ഉണ്ടാവില്ല. അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് ആണ് നമുക്കപ്പം അവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, ഇനി ഹോസ്റ്റ് ടൂൾ കഴിഞ്ഞാൽ AI കമ്പാനിയൻ ഉണ്ട് മക്കളെ ഇതില്. അതായത് നമ്മൾ ചാറ്റ് GPTയോടൊക്കെ ചോദിക്കാറില്ലേ, അതേപോലെ നമുക്ക് ഇവരോട് ചോദിക്കാം. സൂമിന്റെ ഉള്ളിൽ തന്നെ ഇവർ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഐസ് ബ്രേക്കിംഗ് സെഷൻസ് വേണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, വാട്ട് ആർ സം മീറ്റിംഗ് ഐസ് ബ്രേക്കേഴ്സ്, അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ അതുപോലെ ഒരു AI ഇങ്ങനെ ആൻസർ തരും. നമ്മുടെ നമ്മൾ മുന്നേ പറഞ്ഞ ട്രൂത്ത് ആൻഡ് ലൈ, ഹ്യൂമൻ ബിങ്കോ, വേർഡ് അസോസിയേഷൻ ഗെയിം, സ്കാവഞ്ചർ ഹണ്ട്, വുഡ് യു റാദർ, ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കണ്ടോ. അതുപോലെ AI കമ്പാനിയൻ ഇവിടെ ഉണ്ട്. മീറ്റിംഗിന്റെ ഇൻഫോ അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ആപ്സ്, പുറത്തുനിന്നുള്ള ആപ്സുകളൊക്കെ നമുക്ക്, അതായത് ഇതിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കുറെ ആപ്പുകൾ, പുറത്തുനിന്നുള്ള ആപ്പുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ ഗെറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ മോറില്, നമ്മുടെ മോറിലാണ് കുറെ ഓപ്ഷൻസ് ഒക്കെ കിടക്കുന്നുണ്ടാവുക അല്ലെ. ഡോക്യുമെന്റ് എടുക്കാം, വൈറ്റ് ബോർഡ് എടുക്കാം. ഡോക്യുമെന്റ് എന്താണ്? ഡോക്യുമെന്റ് നമുക്ക് ഇതുപോലെ നമ്മുടെ സ്റ്റുഡൻസിനൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്രെയിൻ സ്റ്റോമിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് PDF ഉണ്ടാക്കണം, ഡോക്യുമെന്റ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇവിടെ ഡോക്യുമെന്റ് ഉണ്ടാക്കാം. ക്രിയേറ്റ് ടു കോ എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ട ഒരു ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്ത് നമുക്കൊരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഇവിടെ തന്നെ ഡോക്യുമെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ, ഇല്ലാത്ത പാടില്ല. ഇങ്ങനെ നമുക്ക് ചെയ്തു വെക്കാം. നമുക്ക് തന്നെ ഇതിലൊക്കെ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ക്ലോസ് ചെയ്തു. ദെൻ വൈറ്റ് ബോർഡ് ആണ് സൂമില് അടിപൊളി ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ എന്ത് ഓഫ് ആവും? സ്ക്രീൻ ഷെയറിങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാല് വൈറ്റ് ബോർഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീൻ ഷെയറിങ്ങും ഓഫ് ആവും. ഇപ്പൊ നമ്മൾ ഓൾറെഡി സൂം എടുക്കുന്നതുകൊണ്ട് അതൊരു ഇഷ്യൂ അല്ല, സ്ക്രീൻ ഷെയറിങ് പ്രശ്നമല്ല. വെൽക്കം ടു ന്യൂ വൈറ്റ് ബോർഡ്. നമ്മളൊരു ന്യൂ വൈറ്റ് ബോർഡ് എടുത്തു. ഇനി ഈ വൈറ്റ് ബോർഡിലുള്ള ഓപ്ഷൻസ് നോക്കാം. ഈ വൈറ്റ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ ഗുണം? ഞാൻ എഴുതുന്നത് പോലെ തന്നെ നിങ്ങൾക്കും അതിൽ എഴുതാം. മീൻസ് നിങ്ങൾ എഴുതുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്റ്റുഡന്റിനും ഇതിൽ എഴുതാം. ഓക്കെ, അതായത് നിങ്ങൾ ഈ ഒരു ബോർഡിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുമ്പോൾ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ സ്ക്രീനിൽ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ അവർക്കും അവിടെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതില് നമുക്ക് റേസ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിലും, ഷേപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ, ലൈന്, ടെക്സ്റ്റ്, ഇക്വേഷൻസ് ഒക്കെ കൊടുന്നു വെക്കാൻ, സ്റ്റിക്കി നോട്ട് കൊടുന്നു വെക്കാൻ, കമന്റ് ആഡ് ചെയ്യാൻ, ഫ്രെയിം ആഡ് ചെയ്യാൻ. ദെൻ നമ്മൾ മോർ ടൂളിൽ പോയി കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻസ് കാണാം. ചാർട്ട്, എംബ്രോയിഡ് കോണ്ടന്റ്, കൻവൻ, കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, കൻവൻ, ടു ഡു, ഇൻ പ്രോഗ്രസ്, ഡണ്ണ്, ഇങ്ങനത്തെ ഒക്കെ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ആണത്. നല്ല പേര് എന്നൊക്കെ. ദെൻ ഈ 3 ഡോട്ടിൽ വീണ്ടും പോയി ഇതുപോലെ ഇങ്ങനെ താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാനുള്ളതാണ്. അത് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, നമ്മുടെ ഡിവൈസിലുള്ള എന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഡ്രൈവിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇവിടെ കൊടുത്തിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ അതൊരു വളരെ മനോഹരമായ ഒരു ബോർഡാക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും.
കണ്ടോ ഇതുപോലെ നമുക്ക് ഇമേജസിനെ കൊടുന്നു വെക്കാം, വീഡിയോസിനെ കൊടുന്നു വെക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോർഡ് ഒരു ലൈവ് ബോർഡാണ് അല്ലെ, ക്യാൻവയുടെ ലൈവ് ബോർഡാണ്. അല്ല സോറി, ക്യാൻവയുടെ ബോർഡ് ഇതേപോലെ തന്നെ കേട്ടോ, അതെനിക്ക് പെട്ടെന്ന് മാറിപ്പോയി. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ എഴുതാം മക്കളെ, എല്ലാം എഴുതാം. ഓക്കെ അല്ലേ, എഴുതാം. അതുപോലെ തന്നെ ഈ ബോർഡിന് നമുക്ക് എവിടെ നമുക്ക് 3 ഡോട്ട്, വീണ്ടും ഈ ഒരു ബോർഡ് നിറഞ്ഞു, അടുത്ത ബോർഡ് എടുക്കാം, പേജ് 1, അടുത്ത പേജ് എടുക്കാം, അങ്ങനെ എഴുതാം. ഓക്കെ, ആഡ് പേജ് കൊടുക്കുക, അടുത്ത പേജായി, അടുത്ത പേജിൽ എഴുതാം. അങ്ങനെ നമുക്ക് എഴുതി എഴുതി പോവാം. അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു 3 ലൈനിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് വൈറ്റ് ബോർഡിനെ മൂവ് ചെയ്യാനും റീനെയിം ചെയ്യാനും ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതെങ്ങനെ കാണിക്കണം എന്നുള്ളത്, അതായത് ഇപ്പൊ നമ്മൾ ഈ കുത്തു കുത്തു പോലല്ലേ കാണുന്നത്, അത് വര വര പോലെ ഇങ്ങനത്തെ ഷേപ്സ്, പല ഷേപ്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ ഫൈൻഡ് ചെയ്യാൻ, എക്സ്പോർട്ട് ചെയ്യാം. നമുക്ക് ഈ ലൈവ് ബോർഡിൽ തന്നെ നമ്മൾ PDF കാര്യങ്ങളൊക്കെ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ല സോറി മീൻസ് വീഡിയോയും ഫോട്ടോസും ഉണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ സേവ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇനി ഈ ഒരു സൈഡിലേക്ക് വന്ന് നോക്കിയാൽ റൈറ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ലവ് ചിഹ്നം ഒക്കെ കണ്ടില്ലേ, അവിടെ മോർ ടൂൾസ്, അതിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ലേസർ ഉണ്ട്. ലേസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്ക് ഇങ്ങനെ പോയിന്റ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ, എന്നിട്ട് അത് അപ്പൊ തന്നെ മാഞ്ഞു പോകും. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനുള്ള സാധനങ്ങളിലൊക്കെ ചെയ്യാം, തന്നെ മാഞ്ഞു പോയിക്കോളും. ഓക്കെ, ദെൻ ടൈമർ ഓൺ ആക്കാം. കുട്ടികൾക്ക് എന്തെങ്കിലും ഇവിടെ ഒരു ആക്ടിവിറ്റി വെച്ച് കൊടുക്കാം, അതിന് ടൈമർ ഓൺ ആക്കിയിടാം. ആ ടൈമർ കഴിഞ്ഞാൽ നമ്മൾ അവരോട് നിർത്താൻ പറയാം. അങ്ങനെ ടൈമർ വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ വോട്ടിംഗ് ഒക്കെ ഉണ്ട്, പോൾ ചെയ്യുന്ന പോലൊരു വോട്ടിംഗ് ഉണ്ട്. ഈ ബോർഡിന് കമന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ ഫോളോ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും അല്ലെ. ഈ ഫോളോ അതായത് നമ്മൾ ഈ ഒരു വൈറ്റ് ബോർഡ് ഓൺ ആയി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഫോളോ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് മനസ്സിലാക്കിയത്, അതായത് നമ്മൾ എവിടെയാണ് എഴുതുന്നത് എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണാനും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം ഈ ബോർഡ് അത്രയും വലുതാണ്, അത്രയും വലിയ ബോർഡ് ആയതുകൊണ്ട് തന്നെ എന്താ നമുക്ക് ഈ ചിലപ്പോ പ്രത്യേകിച്ച് മൊബൈലിലൊക്കെയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര കാണുള്ളൂ എന്ന് അറിയോ, ഇങ്ങനെ ഒരു സ്ക്രീന് മാത്രമേ അവർക്ക് കാണുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെ ഫോളോ ചെയ്ത ആളുകളാണെങ്കിൽ നമ്മൾ എവിടെയാണോ എഴുതുന്നത് അത് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അതിനാണ് ഫോളോ ചെയ്യുന്നത്. ദെൻ നമ്മൾ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിപ്പോ എന്തുകൊണ്ടാണ് അവർക്ക് കാണാൻ പറ്റും, നിങ്ങൾക്കൊക്കെ എഴുതാൻ പറ്റും. അതായത് നിങ്ങളുടെ സ്റ്റുഡൻസിന് നിങ്ങൾ കൊടുക്കുന്ന ഈ ഒരു വൈറ്റ് ബോർഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ അവർക്ക് എഴുതാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, അത് ഈ ഷെയർ എന്നുള്ള ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാം, ഇവിടെ എഡിറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അവരുടെ പേരിൽ കിടക്കുന്നുണ്ടാവുക. മീറ്റിംഗ് കൊളാബറേറ്റേഴ്സ് എഡിറ്റർ ആയിരിക്കും. അത് മാറ്റിയിട്ട് വ്യൂവർ ആക്കി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഇത് കാണാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അതായത് വളരെ ചെറിയ കുട്ടികളെയൊക്കെ എടുക്കുന്നവർക്ക് അറിയാം, നമ്മൾ ബോർഡിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എഴുതുമ്പോൾ അവരവിടെ കളിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, ഈ ഒരു ഓപ്ഷൻ എടുക്കാം. ഷെയർ എന്നുള്ള ഒരു ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ വ്യൂവർ, അതായത് എഡിറ്റർ എന്നുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് വ്യൂവർ എന്നുള്ള ഒരു ഓപ്ഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവർക്ക് കാണാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. പിന്നീട് അവരോട് എഴുതാൻ പറയുന്ന സമയത്ത് മാത്രം നമുക്ക് എഡിറ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. ഓക്കെ അല്ലേ, അങ്ങനെ ഞാൻ വൈറ്റ് ബോർഡ് ക്ലോസ് ചെയ്യാൻ. ഇവിടെ താഴെ നിങ്ങൾക്ക് നാവിഗേഷൻ കാണാം, കാരണം ബോർഡ് എവിടെയാണ് എന്നൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മിനി മാപ്പ് ഒക്കെ ഇവിടെ കാണാം, എവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ ഈ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അങ്ങനെ ആണ് സൂമിന്റെ വൈറ്റ് ബോർഡിന്റെ കാര്യം. ദെൻ നമ്മൾ മോർ ഓപ്ഷൻസിലേക്ക് പോവാണ്. ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്യാപ്ഷൻസ് ഓൺ ആക്കി ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറയുന്നതിനെ അതേപോലെ എഴുതി കാണിക്കലാണ് ക്യാപ്ഷൻ. അതിനെ അല്ലെ വേറെ ഭാഷയിലേക്ക് മാറ്റി എഴുതുന്നതാണ് ട്രാൻസ്ക്രിപ്റ്റ്. ബ്രേക്ക്ഔട്ട് റൂംസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്ലാസ്സിനെ തന്നെ ഒരു 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു 25 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 5 ഗ്രൂപ്പ്സ് ആക്കുകയാണെന്ന് വിചാരിച്ചത്, അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ആക്കുകയാണ്. എന്നിട്ട് അവരോട് ഡിസ്കസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയണം. അതിനാണ് ഈ ബ്രേക്ക്ഔട്ട് റൂംസ് ഉപയോഗിക്കുന്നത്. ഈ ബ്രേക്ക്ഔട്ട് റൂംസ് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഈ മൊബൈലിലാവുമ്പോൾ ചില ഓപ്ഷൻസുകളൊന്നും കിട്ടില്ല കേട്ടോ. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ അടുത്തുള്ള ഓപ്ഷൻസുകളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പൊ അസൈൻ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ അസൈൻ മാനുവലി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അവര് സ്വയം തീരുമാനിക്കുക. ദെൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ ബ്രേക്ക്ഔട്ട് റൂമുകൾ വരും. ഇപ്പൊ എന്റെ അടുത്ത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ
അവർക്ക് ഓരോ റൂമിലേക്ക് ഇങ്ങനെ കയറാം. ഈ ഓപ്പൺ ഓൾ റൂംസ് എന്നുള്ളത് ഞാൻ കൊടുക്കണം. ഓപ്പൺ ഓൾ റൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ അവർക്കും വരും, നമ്മുടെ സ്റ്റുഡൻസിന് വരും. അപ്പൊ അവർക്ക് ഇതിൽ ഏതിലാണ് വേണ്ടതെങ്കിൽ അവർക്ക് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആദ്യമേ അവരെ ഓരോ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർക്ക് ബാക്കിയുള്ളവരെ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ എന്നിട്ട് അവർക്ക് റൂം അതിൽ നിന്ന് ഇറങ്ങി വരികയും ചെയ്യാട്ടോ റൂമിൽ നിന്ന്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്, ബ്രേക്ക് ഔട്ട് റൂംസ് ഉള്ളത്. ദെൻ നമുക്ക് 3 ഡോട്ടിൽ പോയിട്ട് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നോക്കാം. പോൾസ് ആൻഡ് ക്വിസസ്. നമ്മൾ വാട്സപ്പിലൊക്കെ പോൾസ് ഇടാറില്ലേ, അതുപോലെ പോൾസ് ഇടാം. അതായത് നിങ്ങൾക്ക് സുഖമാണോ, യെസ് സുഖമാണ്, അല്ല സുഖമല്ല, ഇങ്ങനെയൊക്കെ 2 ഓപ്ഷൻസ് ഒക്കെ കൊടുക്കില്ലേ, ഇതേപോലെയാണ് നമ്മുടെ പോൾസ് വരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കാം. യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളൊരു ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇത് നമുക്ക് ക്ലാസ് റിലേറ്റഡ് ആകുമ്പോൾ ക്ലാസ് റിലേറ്റഡ് കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. ജസ്റ്റ് ഇത് ഡെമോ ആണല്ലോ, അപ്പൊ എനിക്ക് എന്തും പറയാലോ. ദെൻ നോ, യെസ്. അപ്പൊ ഓക്കെ, ഇത് ഞാൻ ഇവിടെ സേവ് ചെയ്തു. സേവ് ആസ് മീറ്റിംഗ് പോൾ കൊടുത്തു. മീറ്റിംഗ് പോളിൽ അത് സേവ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പൊ തന്നെ പ്ലേ ചെയ്യണോ എന്നുള്ള കാര്യം ചോദിക്കും. ലോഞ്ച് ചെയ്യാണ്. ലോഞ്ച് കൊടുത്തു കഴിഞ്ഞാല് ഇതിപ്പോ നിങ്ങൾക്ക് ഇതുപോലെ ഇതിപ്പോ സ്റ്റുഡൻസിന് ഇങ്ങനെ ഇവിടെ പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കും യെസും നോയും വന്നിട്ടുണ്ടാവുക. അവർക്ക് ജസ്റ്റ് യെസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അത് വരും, അങ്ങനെ നോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും. ഇപ്പൊ നമ്മുടെ മീറ്റിൽ ആരുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാം വിർച്വലി എവിടെയൊക്കെയോ ഇരിക്കുന്ന ആളുകൾ ആണ് ഇത് കാണുന്നത് അല്ലെ. സോ ഇവിടെ ഞാൻ എൻഡ് പോൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ റിസൾട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് 0 ആണ്. ഇതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, എത്ര ആളുകൾ പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് റിസൾട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ദെൻ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് 3 ഡോട്ടില് അത്യാവശ്യമുള്ളത് എന്താണ്, ലൈവ് സ്ട്രീം പോവാന്, ബില്ലബിൾ അവേഴ്സ്, റീസെറ്റ് ഡിഫോൾട്ട് ഡ്രാഗ് ടു റെക്കോർഡ് ടൂൾ ബാർ. ഓക്കെ ഫൈൻ, റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാ ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പൊ ഇതിലുള്ള ഓപ്ഷൻസുകളൊക്കെ നമ്മൾ ഏറെക്കുറെ നോക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലെ വൈറ്റ് ബോർഡ് ഒക്കെ യൂസ് ചെയ്ത് നോക്കുക, ഡോക്യുമെന്റ്സ് യൂസ് ചെയ്യുക, AI കമ്പാനിയൻ യൂസ് ചെയ്ത് നോക്കുക. AI കമ്പാനിയൻ ഇതിലത്തെ അത്ര കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജെമിനായോ ChatGPT ഒക്കെ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ദെൻ ഹോസ്റ്റ് ടൂളുകളൊക്കെ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഹോസ്റ്റ് ടൂൾ യൂസ് ചെയ്ത് നോക്കുക, ഷെയർ സ്ക്രീൻ കൊടുത്ത് നോക്കുക. ഫോണിലാണെന്നുണ്ടെങ്കിൽ 2, 3, 4 കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരും. അതിൽ സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് കൊടുത്താൽ മതി. അപ്പൊ നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ആവാനാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഓപ്ഷൻസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ഇത്രയാണ് നമ്മുടെ സൂം വരുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.